എല്ലാവർക്കും നമസ്കാരം. ശാസ്ത്രത്തിന്റെ കാഴ്ചപ്പാടിൽ ഒരാൾ മരണപ്പെട്ട് മൃതദേഹം സംസ്കരിച്ച് 24 മണിക്കൂറിന് ശേഷം അഴുകി ദുർഗന്ധം പുറപ്പെടുവിക്കും. അതിലാകൃഷ്ടമായിട്ട് അനേക ലക്ഷം പുഴുക്കളും കീടങ്ങളും ഉറുമ്പുകളും നിരനിരയായി എത്തിച്ചേരും. 3-ാം ദിവസം കുഴിച്ചുമൂടിയ മൃതദേഹത്തിന്റെ മൂക്ക് ആദ്യം ചീഞ്ഞു തുടങ്ങും. 6-ാം ദിവസം നഖങ്ങൾ കൊഴിഞ്ഞു വീഴും. 9-ാം ദിവസം മുടികൾ കൊഴിഞ്ഞു തുടങ്ങും. മൃതദേഹത്തിന്റെ സകല രോമങ്ങളും കൊഴിഞ്ഞു വീണ് വയറ് വീർക്കാൻ തുടങ്ങും. 17-ാം ദിവസം വയറ് പൊട്ടി മൃതദേഹത്തിന്റെ ഉൾഭാഗങ്ങൾ പുറത്തു ചാടും. 60 ദിവസത്തിന് ശേഷം മൃതദേഹത്തിലെ മാംസങ്ങളെല്ലാം ദ്രവിച്ചു പോകും. ഒരു തരി മാംസം പോലും ഇല്ലാത്ത അസ്ഥികൂടമാകും. 90 ദിവസങ്ങൾ പിന്നിടുമ്പോൾ അസ്ഥികൂടത്തിലെ എല്ലുകൾ പരസ്പരം അകന്നു തുടങ്ങും. 1 വർഷത്തിന് ശേഷം എല്ലാ അസ്ഥികളും മണ്ണിൽ അലിഞ്ഞു ചേരും. സംസ്കരിച്ച ആ മൃതദേഹം അങ്ങനെ മാഞ്ഞു പോകുന്നു, അല്ലെങ്കിൽ പ്രകൃതി മായ്ച്ചു കളയുന്നു. എത്ര ശക്തിയും ബുദ്ധിയും സൗന്ദര്യവും അഹങ്കാരവും ആത്മാഭിമാനവും പകയും വെറുപ്പും ധീരതയും ബഹുമാനവും സമ്പത്തും ഉണ്ടായിട്ടും നേടിയതെല്ലാം ഭൂമിയുടെ മുകളിൽ ഉപേക്ഷിച്ച് വെറും കൈയോടെ ഭൂമിക്കടിയിൽ ഒരു നാൾ അലിഞ്ഞു ചേരേണ്ടവരാണ് എല്ലാ മനുഷ്യരും. പിന്നെന്തിനാണ്